നെക്സ്റ്റ് പേജ് നമ്പർ 45 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്നർ സൈഡ് ഓഫ് എ ക്യൂബിക്കൽ ബോക്സ് ആർ ഓഫ് ലെങ്ത് 4 centimeters. What is its capacity? How many cubes of side 2 centimeters can be stacked inside it? എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ക്യൂബിക്കൽ ബോക്സിന്റെ ഇന്നർ സൈഡിന്റെ എന്താണ് ലെങ്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ക്യൂബിക്കൽ ബോക്സ് ആണ്. അപ്പൊ ക്യൂബിക്കൽ ബോക്സിന്റെ പ്രത്യേകത ഓൾ സൈഡ്സ് ആർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. വാട്ട് ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി? അങ്ങനെയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചേക്കണേ. കപ്പാസിറ്റി എന്ന് പറയുന്നതും വോളിയം എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. ഒരു വസ്തുവിന് എന്താണ് ഒരു ഇതില് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? വോളിയം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കപ്പാസിറ്റി എന്താണ്? ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 2 centimeter ക്യാൻ ബി സ്റ്റോക്ഡ് ഇൻസൈഡ് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ 2 സെന്റിമീറ്റർ എന്താണ് 2 സെന്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ ക്യൂബ്സ് അതിനുള്ളിൽ വയ്ക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. ഇന്നർ ലെങ്ത് ഓഫ് ദ ബോക്സ് 4 centimeter ആണ്. സ്വാഭാവികമായും ക്യൂബിക്കൽ ബോക്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പൊ കപ്പാസിറ്റി നമ്മൾ നോക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് തന്നെയാണ് അല്ലേ. 4 × 4 × 4 64 cubic centimeter. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് അടുക്കുന്നത് 2 സെന്റിമീറ്റർ നീളം 2 സെന്റിമീറ്റർ ഇതുള്ള ക്യൂബ്സ് ആണ് അളക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × 2 × 2 മൊത്തം എത്രയാണ്? 8 cubic centimeter ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോക്ഡ് ഇൻ ദ ബിഗ് ബോക്സ്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോക്സിൽ എത്ര ഇത് ഉൾക്കൊള്ളിക്കാൻ കഴിയും? 64 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? 8. 64 ഡിവൈഡ് ബൈ 8 അല്ലേ. അപ്പോൾ 8 ക്യൂബിക് ബോക്സുകൾ നമുക്ക് അതിനകത്ത് അടുക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് ദ ഇന്നർ സൈഡ് ഓഫ് എ റെക്ടാങ്കുലർ ടാങ്ക് 70 centimeter. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റെക്ടാങ്കുലർ ടാങ്കിന്റെ ഇന്നർ സൈഡ് ഒരു റെക്ടാങ്കുലർ സൈഡിന്റെ റെക്ടാങ്കുലർ ടാങ്കിന്റെ ഉള്ളിലെ നീളം എന്ന് പറയുന്നത് 70 centimeter, 80 centimeter ആൻഡ് 90 centimeter. നീളം 70 centimeter, വീതി എത്രയാണ്? 80 centimeter, ഹൈറ്റ് 90 centimeter. അങ്ങനെയുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഒരു റെക്ടാങ്കുലർ ടാങ്കിന്റെ ഇന്നർ സൈഡിലെ നീളം, വീതി, ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഇറ്റ് കണ്ടെയ്ൻ? അപ്പൊ അതിനകത്ത് എത്രത്തോളം കപ്പാസിറ്റി വാട്ടർ ഹോൾഡ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിനകത്ത് എത്ര ലിറ്റർ വെള്ളം നിറയ്ക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് കപ്പാസിറ്റി ഓഫ് ടാങ്ക് ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 70 × 80 × 90. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. ഇനി ആ ഉത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്ര ലിറ്റർ കിട്ടുമെന്ന് അറിയാൻ അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 0 വിട്ടിപ്പോയി. അപ്പൊ എത്ര കിട്ടി? 504 ലിറ്റേഴ്സ് ആണ്. ക്യൂബിക്കില് ലിറ്റേഴ്സിലേക്ക് ആക്കി, ക്യൂബിക് സെന്റിമീറ്ററിനെ ലിറ്ററിലേക്കാക്കി 504 ലിറ്റേഴ്സിന് ഉത്തരം കിട്ടി. അപ്പൊ അതിനകത്ത് 504 ലിറ്റർ വെള്ളം നിറയ്ക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് റെക്ടാങ്കുലർ ബോക്സ് ആർ 90 centimeter ആൻഡ് 40 centimeter. ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ ലെങ്ത്തും വിഡ്ത്തും ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ലെങ്ത് 90 centimeter, വിഡ്ത്ത് 40 centimeter ആണ്. ഇറ്റ് കണ്ടെയ്ൻ 180 ലിറ്റർ ഓഫ് വാട്ടർ. അതിൽ 180 ലിറ്റർ വെള്ളം കൊള്ളും. ഹൗ ഹൈ ഈസ് വാട്ടർ ലെവൽ? അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ ഉയരം അതിൽ 180 ലിറ്റർ വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വെള്ളത്തിന്റെ ഉയരം എത്രയാണെന്നാണ് നമ്മുടെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 180 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 180 × 1000. ലിറ്ററിലേക്ക് ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്തേ? ഡിവൈഡഡ് ബൈ 1000 ആക്കിയിട്ട് ചെയ്തു. ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് ആക്കണമെങ്കിൽ × 1000 വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത്രയും ക്യൂബിക് സെന്റിമീറ്ററിന് കിട്ടും. ഇനി അതിനകത്തുള്ള വോളിയം കണ്ടുപിടിക്കുക. നമുക്ക് തന്നിട്ടുണ്ട് 90 ലെങ്ത്തും വിഡ്ത്ത് 40 ആണ്. ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. നമുക്ക് വെള്ളത്തിന്റെ ഉയരം തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഈ 1,80,000 നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് ലെങ്ത്തും വിഡ്ത്തും കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന ഉത്തരം കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50 centimeter എന്ന് കിട്ടും. അപ്പൊ ഉയരം എന്ന് പറയുന്നത് 50 centimeter ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ,
The inner length, width and height of a tank are 80 centimeter, 60 centimeter and 50 centimeter. ഒരു ടാങ്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇന്നർ ലെങ്ത് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ. 80 സെന്റിമീറ്റർ ലെങ്ത്, 60 സെന്റിമീറ്റർ ഹൈറ്റ്, വിഡ്ത്ത്, 50 സെന്റിമീറ്റർ ഹൈറ്റ് എന്നീ നിലയിലാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ വാട്ടർ 15 സെന്റിമീറ്റർ ഹൈറ്റ്. അപ്പോൾ അതിൽ 15 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. ഹൗ മച്ച് മോർ വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ഇറ്റ്? ഇനി ആ ടാങ്ക് നിറയ്ക്കാൻ എത്ര ലിറ്റർ വെള്ളം കൂടി വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റി ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നതിൻ്റെ 80 × 60 × 50 എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ക്യൂബിക് സെന്റിമീറ്ററിന് ഉത്തരം കിട്ടും. ഇനി ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ ഓൾറെഡി തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ. അപ്പോൾ എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? 80 × 60 × എത്രയാണ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ 72,000 ക്യൂബിക് സെന്റിമീറ്ററിന് ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എത്രത്തോളം വാട്ടർ നിറയ്ക്കാൻ? ഇപ്പൊ ടോട്ടൽ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2,40,000 ആണ്. ഇപ്പൊ നമുക്ക് ഉള്ളത് വാട്ടർ ഉള്ളത് 72,000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ 2,40,000 72,000 മൈനസ് ചെയ്യുന്ന നമുക്ക് 1,68,000 ക്യൂബിക് സെന്റിമീറ്ററിന് കിട്ടും. അതിനെ നമ്മൾ ക്യൂബിക് സെന്റിമീറ്ററിനെ വീണ്ടും എന്താണ് ലിറ്ററിലേക്ക് ആക്കാൻ 1000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 3 0 പോവും. അപ്പൊ 168 ലിറ്റർ എന്ന ഉത്തരം കിട്ടും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. The panchayat decided to make a rectangular pond. The length, width and depth are decided to be 20 meters, 15 meters, 15 meters and 2 meters. എന്താണ്? ഒരു പഞ്ചായത്ത് എന്ത് ചെയ്യുന്നു? ഒരു റെക്ടാങ്കുലർ പോണ്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. ലെങ്ത് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്, ഡെപ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ദ പോണ്ട് ടു ഹൈറ്റ് ഓഫ് 1.5 meters? അങ്ങനെയാണെങ്കിൽ 1.5 മീറ്റർ ഉയരം വരെ വെള്ളം നിറയ്ക്കാൻ എത്ര ലിറ്റർ വെള്ളം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പോണ്ടിന്റെ കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. 20 × 15 × 2 600 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഇതിനെ നമ്മൾ ലിറ്ററിലേക്ക് ആക്കണം. അപ്പൊ × 1000 കൊണ്ട് ചെയ്ത് ലിറ്റർ നമുക്ക് അത്രയും ലിറ്ററിന് കിട്ടി. ഇനി എമൗണ്ട് ഓഫ് വാട്ടർ നീഡ് ഫിൽ ദ പോണ്ട് അപ് ടു 1.5 meters എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കുക 1.5. അപ്പൊ 20 × 15 × ലെങ്ത്തും വിഡ്ത്തുമാണ്. പിന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 1.5 മിക്സ്ഡ് ഫ്രാക്ഷനിൽ സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ 3/2 എന്നാവും. 1 × 2 2, 2 + 1 3, 3/2. അപ്പൊ 20 × 15 × 3/2. അപ്പൊ നമുക്ക് 450 ക്യൂബിക് സെന്റിമീറ്ററിന് കിട്ടും. ഇനി 450നെ നമ്മൾ × 1000 ലിറ്ററിലേക്ക് ആക്കുക. അപ്പൊ നമുക്ക് ഇത്രയും ലിറ്റേഴ്സ് കിട്ടും. ഇതാണ് ഇതിന്റെ ഉത്തരം. Sixth question. The inner length and width of an aquarium are 60 centimeters and 30 centimeters. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു അക്വേറിയത്തിന്റെ ഇന്നർ ലെങ്ത്തും വിഡ്ത്തും 60 സെന്റിമീറ്ററും 30 സെന്റിമീറ്റർ എന്ന ക്രമത്തിലാണ്. ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ. അതിൽ പകുതി വരെ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം നിറച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോൺ ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ്. അതിനകത്ത് എന്ത് ചെയ്യുന്നു? ഒരു കല്ലിടുന്നു. The water level rose up by 30 centimeter. അപ്പോൾ ആ കല്ല് അതിലിടുമ്പോൾ വെള്ളത്തിന്റെ ഉയരം 10 സെന്റിമീറ്റർ ഉയരുന്നു. വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ സ്റ്റോൺ? അങ്ങനെയാണ് ഈ സ്റ്റോണിന്റെ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് ദ സ്റ്റോൺ എത്രയാണെന്ന് അറിയാൻ വേണ്ടി ആ കല്ലിട്ടപ്പോൾ വെള്ളം എത്ര പൊങ്ങിയോ അത് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത് ആ കല്ലിന്റെ വോളിയം എന്ന് ആ കല്ലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കല്ലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് ദ സ്റ്റോൺ എന്ന് പറയുന്നത് നമുക്കറിയാം 60 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ. എന്താണ് സ്റ്റോൺ ഇട്ടപ്പോൾ എത്ര ലെവൽ വാട്ടർ റൈസ് ചെയ്തോ അതാണ് എന്തെന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 10. അപ്പോൾ മൊത്തം എത്ര കിട്ടി? 18,000 ക്യൂബിക് സെന്റിമീറ്ററിന് കിട്ടി. അപ്പോൾ ഇതാണ് അതിന്റെ ഉത്തരം. കല്ലിട്ടപ്പോൾ എത്രയാണോ ഉയർന്നത് അത് തന്നെയായിരിക്കും അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A rectangular iron block has length 20 centimeter, width 10 centimeter and height 5 centimeter. ഒരു റെക്ടാങ്കുലർ അയൺ ബ്ലോക്കിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ, വിഡ്ത്ത് 10 സെന്റിമീറ്റർ, ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണ്. ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ ക്യൂബ്. അത് മെൽറ്റ് ചെയ്തിട്ട് എന്താക്കി? വീണ്ടും ഒരു ക്യൂബ് ആക്കിയിട്ട് മാറ്റി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദിസ് ക്യൂബ്? ഈ ക്യൂബിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പൊ എന്താണ് വോളിയം ഓഫ് ദ അയൺ ബ്ലോക്ക് എത്രയാണ്? നമുക്കറിയാം 20 × 10 × 5. 20 × 10 ×
5, അതായത് 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇത് മെൽറ്റ് ചെയ്ത് ക്യൂബാക്കി മാറ്റിയാലും അതിന്റെ വോളിയത്തിന്, അയൺ ബ്ലോക്കിന്റെ വോളിയത്തിന് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വോളിയം ഓഫ് ദ റീകാസ്റ്റഡ് ക്യൂബും എത്ര തന്നെയായിരിക്കും, 1000 ക്യൂബിക് സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പൊ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ക്യൂബ്സ് ആർ ഈക്വൽ. നമുക്കറിയാം ക്യൂബിന്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ 10 × 10 എന്താണ്, എല്ലാ സൈഡും 10 ആയാലാണ് നമുക്ക് 1000 കിട്ടുക അല്ലെ. അപ്പൊ 10 × 10 × 10 = എത്രയായിരിക്കും, 1000 ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും. അതായത് 1 സൈഡ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10 സെന്റിമീറ്റർ ആയിരിക്കും. ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ, എ ടാങ്ക് 2 meter long and 1 meter wide is contain 10,000 liters of വാട്ടർ. എന്താണ്, ഒരു ടാങ്കിന്റെ നീളം 2 മീറ്ററും വീതി 1 മീറ്ററുമാണ്. അതിൽ 10,000 ലിറ്റർ എന്ത് ചെയ്യണം, വെള്ളം ഉണ്ട്. അപ്പോൾ വാട്ട് ഷുഡ് ബി ദ ഹൈറ്റ് ഓഫ് ദ ടാങ്ക്? അങ്ങനെയാണെങ്കിൽ ടാങ്കിന്റെ ഉയരം എത്രയായിരിക്കണം, അതിനകത്ത് അത്രയും വെള്ളം കൊള്ളണമെങ്കിൽ ടാങ്കിന്റെ ഹൈറ്റ് എത്രയായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കപ്പാസിറ്റി എത്രയാണ്, 10,000 ലിറ്റേഴ്സ് ആണ്. അപ്പൊ അതിന് ക്യൂബിക് മീറ്ററിലേക്ക് നമ്മൾ അതിനെ മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 10 ക്യൂബിക് മീറ്ററിന് കിട്ടും. ഇനി ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, കപ്പാസിറ്റി. ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോറി, ലെങ്ത് 2 ആണ്, വിഡ്ത്ത് 1 ആണ്, ഹൈറ്റ് നമുക്ക് അറിയില്ല. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ക്യൂബിക് മീറ്റർ ആണ്. അപ്പൊ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 10 ഡിവൈഡഡ് ബൈ 2 × 1. അപ്പൊ 10 ഡിവൈഡ് ബൈ 2, അപ്പൊ 5 × 2 ആണ് എന്തെന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് 5 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ 4 corners of a square piece of paper of side 12 centimeters, small squares of side 1 centimeter are cut off. The edge of this bend up and join to form a container of height 1 centimeter. What is the capacity of the container? If squares of side 2 centimeter are cut off, what would be the capacity? ഇത് പറഞ്ഞിരിക്കുന്നത് കണ്ടോ, 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു 12 സെന്റിമീറ്റർ വശമുള്ള ഒരു എന്താണ്, ചതുരാകൃതിയിലുള്ള ഒരു പേപ്പറിന്റെ 4 മൂലകളിൽ നിന്നും എന്ത് ചെയ്യുന്നു, 1 സെന്റിമീറ്റർ വീതം എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് മുറിച്ചു മാറ്റുന്നു. ബാക്കി ഭാഗത്തിന്റെ അരികളൊക്കെ മടക്കി 1 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു പാത്രം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാത്രത്തിന്റെ കപ്പാസിറ്റി എത്ര? ഇനി 2 സെന്റിമീറ്റർ ആണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എത്ര എന്നാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ റിമൈനിങ് പാർട്ട് വെൻ സ്മോൾ സ്ക്വയർസ് ഓഫ് സൈഡ് 1 സെന്റിമീറ്റർ ആർ കട്ട് ഓഫ് ഫ്രം ദ കോർണർ. ഈ കോർണറിൽ നിന്ന് 1 സെന്റിമീറ്റർ വീതം മുറിച്ചു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, സൈഡ് 1 സെന്റിമീറ്റർ ആയിട്ടുള്ള മുറിച്ചു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഇപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇവിടെ 1 സെന്റിമീറ്റർ ആണ്, ഇവിടെ 1 സെന്റിമീറ്റർ, രണ്ട് സൈഡിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, 2 സെന്റിമീറ്റർ വീതം മുറിച്ചു പോകുന്നുണ്ട്. അപ്പോൾ 12 മൈനസ് അല്ലേ, ഇവിടുന്ന് മുറിക്കുന്നുണ്ട്. അപ്പോൾ 12 - 1 - 1 10 സെന്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും അല്ലേ. 10 സെന്റിമീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. 12 നിന്ന് 2 മൈനസ് ചെയ്ത് 10 സെന്റിമീറ്റർ. അപ്പൊ കപ്പാസിറ്റി ഓഫ് കോർണർ എത്രയായിരിക്കും? കപ്പാസിറ്റി ഓഫ് കോർണർ എന്ന് പറയുന്നത് 10 × 10 × ഹൈറ്റ് എന്ന് പറയുന്നത് 1 ആണെന്ന് അറിയാം. 10 × 10 × 1. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 100 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മൾ 2 സെന്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിലോ ഇതുപോലെ തന്നെ 12 - 2 - 2. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 സെന്റിമീറ്ററിന് കിട്ടും. 12 - 2 - 2 അപ്പോൾ 8 സെന്റിമീറ്ററിന് കിട്ടും. അപ്പൊ ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 8 × 8 × 2. ഹൈറ്റ്, ലെങ്ത്തും വിഡ്ത്തും 8 × 8 ഹൈറ്റ് 2 ആയിരിക്കും. അപ്പൊ 128 ക്യൂബിക് സെന്റിമീറ്ററിന് ഉത്തരം കിട്ടും. അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ അഗെയിൻ. താങ്ക് യു.